ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവരും സുഖമായും സുരക്ഷിതരായും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഒഴുകുന്ന ജലവും പാറയും തമ്മിൽ നിരന്തരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ജയിക്കുന്നത് ജലമാണ്. അതിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് നിരന്തരമായ പരിശ്രമം കൊണ്ടാണ്. ശ്രീബുദ്ധന്റെ വാക്കുകളാണിത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും അനുകൂലമാക്കി പരിശ്രമത്തിലൂടെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് എന്തിന്റെ ചിത്രമാണ്? ഒരു മനുഷ്യൻ അധ്വാനിക്കുന്ന ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. അധ്വാനത്തിന്റെ പ്രതിഫലമായി മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്താണ്? വേതനമാണ് അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. ശരിയാണ്. ഓരോ വ്യക്തിയുടെയും വേതനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കറക്റ്റ് ആൻസർ ആണ്. ഓരോ വ്യക്തിയുടെയും വേതനത്തെ നമുക്ക് ആളോഹരി വരുമാനം എന്ന് വിളിക്കാം, അഥവാ പെർ ക്യാപിറ്റ ഇൻകം. ദേശീയ വരുമാനത്തെ പറ്റി നിങ്ങൾ മുൻ അധ്യായങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള വിവിധ രീതികളെ പറ്റിയാണ്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്ന വിവിധ മേഖലകൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആണ്. 3 മേഖലകളാണ് ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഒന്ന് കാർഷിക മേഖല അഥവാ പ്രാഥമിക മേഖല. 2 വ്യാവസായിക മേഖല. അഥവാ ദ്വിതീയ മേഖല. 3 സേവന മേഖല അഥവാ തൃതീയ മേഖല. ഓക്കെ, അപ്പോ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്ന 3 മേഖലകളാണ് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല തുടങ്ങിയവ. ഇനി നമുക്ക് ദേശീയ വരുമാനത്തെ ഒന്ന് നിർവചിച്ചാലോ? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാർഡില് ചില സൂചനകൾ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദേശീയ വരുമാനത്തെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് നിർവചിച്ചേ. എന്തൊക്കെ സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്? ഒരു രാജ്യം, ഒരു വർഷം, വിവിധ മേഖലകൾ കൊടുത്തിട്ടുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്ന് കൊടുത്തിട്ടുണ്ട്, ദേശീയ വരുമാനം എന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിർവചിക്കാനായിട്ട് പറ്റിയോ? പറ്റി. നിങ്ങൾ എല്ലാവരും തന്ന നിർവചനങ്ങൾ ടീച്ചർ ശ്രദ്ധിച്ചു. ഇനി നമുക്ക് ഈ നിർവചനം കൂടി ഒന്ന് കേൾക്കാം. അതായത് ദേശീയ വരുമാനം, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ആ രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് പ്രധാനമായും 3 മേഖലകളാണുള്ളത്. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. അപ്പോൾ ഈ 3 മേഖലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട് ഒരു വർഷം ആ രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തില് ചില സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? ഉൽപാദനത്തിന്റെ ചിത്രം നിങ്ങൾ കണ്ടു. ഉൽപാദനം. പിന്നെ രണ്ടാമത് കണ്ട ചിത്രം എന്താണ്? വരുമാനം. ഓക്കെ, മൂന്നാമത് കണ്ട ചിത്രം എന്താണ്? മനുഷ്യൻ ചിലവാക്കുന്നത്. അപ്പോ ചെലവ്. അപ്പോൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി
ഏതൊക്കെ രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഒരു സമ്പദ് വ്യവസ്ഥയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 രീതികളാണുള്ളത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആദ്യത്തെ സാമ്പത്തിക പ്രവർത്തനം ഏതായിരുന്നു? ഉൽപാദനമായിരുന്നു. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഉൽപാദന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് ആണ്. ഉൽപാദന രീതി. രണ്ടാമത്തെ സാമ്പത്തിക പ്രവർത്തനം ഏതായിരുന്നു? ഉൽപാദനത്തിന്റെ ഫലമായി വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനമായിരുന്നു രണ്ടാമത്തെ സാമ്പത്തിക പ്രവർത്തനം. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ് ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട സാമ്പത്തിക പ്രവർത്തനം ഏതായിരുന്നു? ചെലവ് അഥവാ എക്സ്പെൻഡിച്ചർ ആയിരുന്നു. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള മൂന്നാമത്തെ രീതിയാണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി നമുക്ക് ഓരോ രീതികളും വ്യക്തമായിട്ട് പഠിക്കാം. വിവിധ തരത്തിലുള്ള ഉൽപാദന പ്രവർത്തനങ്ങളുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. ഏതൊക്കെ മേഖലകളാണ് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളത്? കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം നിങ്ങൾ കണ്ടു. രണ്ടാമത് എന്തിന്റെ ചിത്രമാണ് കണ്ടത്? ഒരു ഫാക്ടറി തൊഴിലാളിയുടെ ചിത്രം കണ്ടു. മൂന്നാമത് കണ്ടത് ഒരു ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ചിത്രവുമാണ്. അപ്പോൾ ഉൽപാദന രീതിയിൽ എങ്ങനെയായിരിക്കും ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഈ ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലേ? അതെ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഒരു സമ്പദ് വ്യവസ്ഥയിലെ 3 മേഖലകളാണുള്ളത്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ. ഈ 3 മേഖലകളിലും എന്താണ് നടക്കുന്നത്? ഉൽപാദന സേവന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ ഉൽപാദന സേവന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ വ്യക്തികൾക്ക് എന്താണ് ലഭിക്കുന്നത്? അവർക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പോൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ഉൽപാദന രീതി എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിർവചനമാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഉൽപാദന രീതി എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വിവിധ മേഖലകളുടെ സംഭാവന എത്രത്തോളം ഉണ്ടെന്നും അതുപോലെ തന്നെ ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും മനസ്സിലാക്കുവാൻ ഉൽപാദന രീതി വളരെയധികം സഹായകരമാണ്. ഇനി നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രണ്ടാമത്തെ രീതിയിലേക്ക് പോകാം. ഏതായിരുന്നു ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രണ്ടാമത്തെ രീതി? വരുമാന രീതി. ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? തൊഴിലാളി, ഭൂമി, മൂലധനം, സംഘാടനം. വിവിധ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തൊഴിലാളി അഥവാ ലേബർ, ലാൻഡ് അഥവാ ഭൂമി, ക്യാപിറ്റൽ അഥവാ മൂലധനം, സംഘാടകൻ. ഇവയാണ് വിവിധ ഉൽപാദന ഘടകങ്ങൾ. വരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ വരുമാനം എന്ന് പറഞ്ഞത്. ശരിയാണ്. ഇനി ഈ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമിക്കും മൂലധനത്തിനും സംഘാടകനും തൊഴിലാളിക്കും ലഭിക്കുന്ന
വരുമാനം എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ് തൊഴിലാളിക്ക് ലഭിക്കുന്ന വരുമാനം? തൊഴിലാളിക്ക് ലഭിക്കുന്നതാണ് വേതനം. തൊഴിലാളിക്ക് ലഭിക്കുന്ന വരുമാനമാണ് വേതനം എന്ന് പറയുന്നത്. ഭൂമിക്ക് എന്താണ് ലഭിക്കുന്നത്? റെന്റ് അഥവാ പാട്ടം. മൂലധനത്തിന് എന്താണ് കിട്ടുന്നത്? അതായത് എൻ്റെ കൈ കുറച്ച് പൈസയുണ്ട്, ഞാൻ അതുകൊണ്ട് ബാങ്കിൽ ഇട്ടു. എനിക്ക് എന്ത് ലഭിക്കും? എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇട്ട പൈസയും എടുക്കാം, അതുപോലെ തന്നെ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു പലിശയും എടുക്കാം. അപ്പൊ പണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൂലധനമാണ്. ആ പണം നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചാല് നമുക്ക് പലിശ കിട്ടും. ഇനി അടുത്ത ഉൽപാദന ഘടകമാണ് സംഘാടകൻ എന്ന് പറയുന്നത്. സംഘാടകന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നതാണ് ലാഭം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നിന്നും എങ്ങനെ ആയിരിക്കാം ദേശീയ വരുമാന രീതി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നതെന്നൊന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വേതനം, പാട്ടം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ രീതി സഹായിക്കുന്നു. ഇനി നമ്മൾ കണ്ട സാമ്പത്തിക പ്രവർത്തനം ഏതായിരുന്നു? ചെലവായിരുന്നു ഇനി നമ്മൾ കണ്ട സാമ്പത്തിക പ്രവർത്തനം. മൂന്നാമത്തെ രീതി ഏതായിരുന്നു ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ളത്? ചെലവ് രീതിയായിരുന്നു. ചെലവ് അഥവാ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നമ്മളത് പണം കൊടുത്തു വാങ്ങിച്ചാലേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വ്യക്തികൾക്ക് മാത്രമാണോ ചെലവുള്ളത്? അല്ല. വേറെ ആർക്കൊക്കെയാ ചെലവുള്ളത്? സ്ഥാപനങ്ങൾക്ക് ചെലവുണ്ട്, സർക്കാരിന് ചെലവുണ്ട്. അപ്പോൾ വ്യക്തികളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാരും പണം ചെലവഴിക്കാറുണ്ട്. എങ്കിൽ എങ്ങനെയായിരിക്കും ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എങ്ങനെയായിരിക്കും ദേശീയ വരുമാനം കണക്കാക്കുന്നത്? കറക്റ്റാണ്. വ്യക്തികളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാരും ഒരു വർഷം ചെലവഴിക്കുന്ന പണത്തിന്റെ അളവ് അഥവാ തുക കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തില് പലതരത്തിലുള്ള ചിലവുകളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച ചിലവുകൾ ഏതൊക്കെയാന്ന് പറയാവോ? സാധനങ്ങൾ വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ സേവനങ്ങൾക്ക് ഉള്ള പ്രതിഫലമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മിച്ച പണം നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിക്കാറുമുണ്ട് അല്ലേ? അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചെലവുകൾ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു. ഒന്ന് ഉപഭോഗ ചിലവ്. രണ്ട് നമ്മൾ പറഞ്ഞത് നിക്ഷേപ ചിലവ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വ്യക്തികളുടെ കാര്യമാണ്. വ്യക്തികളുടെ ആവശ്യങ്ങള് പൂർത്തീകരിക്കുന്നതിനായിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? സർക്കാരാണല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോ സർക്കാരിന് ചിലവുണ്ടാകാറില്ലേ? ഉണ്ട്. അപ്പോ അടുത്ത ചിലവാണ് സർക്കാർ ചിലവെന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിലും വരുന്ന ചിലവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. ടീച്ചർ ഒരു ബോക്സിനുള്ളില് പലതരത്തിലുള്ള ചിലവുകൾ എഴുതിയിട്ടുണ്ട്. ഓരോരോ കാർഡുകളായിട്ട് എടുക്കാൻ പോവുകയാണത്. നിങ്ങൾ പറയണം അവ ഏതിനകത്ത് ഉൾപ്പെടുന്നുവെന്ന്. ഓക്കെ, ആദ്യം കിട്ടിയത്
ബാങ്ക് നിക്ഷേപമാണ്. ഇത് ഏത് ചെലവിലാ വരുന്നേ? വ്യക്തികളുടെ നിക്ഷേപ ചെലവിലാ വരുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത് നമ്മൾ എടുക്കുന്നു. രണ്ടാമത് നമുക്ക് കിട്ടിയത് ഗ്രാന്റുകളാണ്. ആരാണ് ഗ്രാന്റുകളൊക്കെ തരുന്നേ? നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ പല വിദ്യാർത്ഥികൾക്കും പല ഗ്രാന്റുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാരാ തരുന്നേ? സർക്കാരാണ് തരുന്നത്. അപ്പോ ഗ്രാന്റുകൾ എവിടെ വരുന്നു? സർക്കാർ ചിലവിൽ വരുന്നു. ഓക്കെ, ഗുഡ്. അടുത്തത് നമുക്ക് നോക്കാം. വിവിധ ഫീസുകൾ. ഇപ്പൊ നിങ്ങൾ തന്നെ വിദ്യാലയത്തിൽ പല ഫീസുകൾ അടയ്ക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ അത് ഏതിലായിരിക്കും വരുന്നത്? ഫീസുകൾ വരുന്നതും ഉപഭോഗ ചിലവിലാണ് അല്ലേ? അതെ. ഏതെങ്കിലും ഒരു സേവനം നമുക്ക് ലഭിക്കുന്നതിനുള്ള പ്രതിഫലമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫീസ്. അപ്പൊ നമുക്ക് അതിൽ നിന്നും ഉപഭോഗം ലഭിക്കുന്നുണ്ട്. അതിനുള്ള പ്രതിഫലമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫീസ്. അപ്പൊ ആ ഫീസ് വരുന്നത് എവിടെയാണ്? ഉപഭോഗ ചിലവിലാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പലിശയാണ്. പലിശ എവിടെയാ വരുന്നേ? പലിശയും വരുന്നത് ഉപഭോഗ ചിലവിലാണ്. അതെങ്ങനെയായിരിക്കും പലിശ ഉപഭോഗ ചിലവ് വരുന്നതെന്നൊന്ന് പറഞ്ഞേ. എന്തിനാണ് നമ്മൾ പലിശ കൊടുക്കുന്നത്? കറക്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കാനായിട്ട് പണത്തിന്റെ കുറവ് വന്നു. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾ പണം കടമായിട്ട് എടുക്കുന്നു. നമ്മുടെ അന്നേരത്തെ ആവശ്യം നടക്കുന്നു, നമുക്ക് ഉപഭോഗം കിട്ടി. അതിനുള്ള പ്രതിഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പണം നമ്മൾ തിരിച്ചടയ്ക്കണം. പക്ഷെ നമുക്ക് ആ പണം ആ മാസം തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. നമ്മൾ പതുക്കെയാണ് അത് അടയ്ക്കുന്നത്. ഘട്ടമായിട്ട് അടയ്ക്കുന്നു. അപ്പൊ ബാങ്കിന് അല്ലെങ്കിൽ ബാങ്ക് ഇതര സ്ഥാപനത്തിന് നമുക്ക് പണം തന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടം വേണ്ടേ? വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും അവർ വാങ്ങുന്നതാണ് പലിശ. അപ്പോൾ പലിശയും ഒരു ഉപഭോഗ ചിലവാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപമാണ്. ബാങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കുകളിലൊക്കെ നിക്ഷേപിക്കുന്നത് പോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ പോസ്റ്റ് ഓഫീസ് നിക്ഷേപവും നിക്ഷേപ ചിലവിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 കാർഡും കൂടിയാണ് എടുക്കാനുള്ളത്. വാടക. എന്തിനാണ് വാടക കൊടുക്കുന്നത്? വീടിന് നമ്മൾ വാടക കൊടുക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും സാധനം നമ്മുടേതല്ലാത്ത ഒരു സാധനം നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ വാടക കൊടുക്കാറുണ്ട്. അതും നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടിയാണ്. അപ്പൊ അതും ഉപഭോഗ ചെലവാണ്. കറക്റ്റ് ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, പെൻഷൻ. ഓക്കെ, നിങ്ങളുടെ വീടുകളിലൊക്കെ മുതിർന്ന ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകളില്ലേ? ഉണ്ട്. അവർക്ക് പെൻഷൻ കിട്ടാറുണ്ടോ? ഉണ്ട്. ആരാ അത് കൊടുക്കുന്നേ? സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അല്ലേ? അതെ. അപ്പോ പെൻഷൻ ചെലവ് ആരാണ് വഹിക്കുന്നത്? ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. നമ്മൾ എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് നമ്മൾ കണ്ടു. വ്യക്തികളോ സർക്കാരോ അതുപോലെ തന്നെ സ്ഥാപനങ്ങളോ ഒരു വർഷം ചിലവാക്കുന്ന ആകെ തുക കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള വിവിധ രീതികളെ പറ്റിയായിരുന്നു. ദേശീയ വരുമാനം എന്താണെന്ന് നമ്മൾ തുടക്ക ഭാഗത്ത് കണ്ടു. ഉൽപാദന ഘടകങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് വിവിധ ചിലവുകളെന്ന് നമ്മൾ മനസ്സിലാക്കി. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഉൽപാദന രീതി, വരുമാന രീതി, അതുപോലെ തന്നെ ചിലവ് രീതി. ഉൽപാദന രീതി അനുസരിച്ച് എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു വരുമാന രീതി എന്ന് പറയുന്നത്? കറക്റ്റ് ആണ്. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടത് ചെലവ് രീതിയായിരുന്നു.
ചെലവ് രീതിയിൽ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒരു വർഷം വ്യക്തികളോ സ്ഥാപനങ്ങളോ സർക്കാരോ ചിലവാക്കുന്ന ആകെ തുക കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? ശരിയാണ്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫലമായി ആ രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. കറക്റ്റ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏതൊക്കെ രീതികളാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്? കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, അതുപോലെ തന്നെ ചിലവ് രീതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിലവുകൾ എന്ന് പറയുന്നത്? നിക്ഷേപ ചിലവുണ്ട്, സർക്കാർ ചിലവുണ്ട്, അതുപോലെ തന്നെ ഉപഭോഗ ചിലവുണ്ട്. വരുമാന രീതി അനുസരിച്ച് എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വേതനം, പാട്ടം, ലാഭം, പലിശ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് വളരെ വ്യക്തമായിട്ട് ശ്രവിച്ചിട്ടുണ്ട് എന്ന് ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള വിവിധ രീതികൾ എന്ന വിഷയത്തിൽ ഒരു നിരീക്ഷണക്കുറിപ്പ് എഴുതണം. എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തെ പറ്റിയിട്ടുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും താങ്ക് യു.